ഗൈഡൻസ് TV, Light for Life. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بالدمام. بسم الله الرحمن الرحيم. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്ത് സുമറിൽ അതിൻ്റെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ദുലൽ ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹു യാ ഇബാദി ഫത്തഖൂൻ. ഇതുവരെ വിശദീകരിച്ചല്ലേ. ഇനി വല്ലദീന ഇജ്തനബു ത്വാഗൂത്ത് അൻ യഅ്ബുദൂഹ വഅനാബു ഇലല്ലാഹ് ലഹുമുൽ ബുശ്റ ഫബശ്ശിർ ഇബാദ് الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ഇതുവരെ പറഞ്ഞു എന്നത് നമ്മൾ പറഞ്ഞു മക്ക ദഅവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആയത്തുകളുടെ അവതീർണത. ഹബശയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വരുന്നത്. ആ സന്ദർഭത്തിൽ അവതീർണമായ ആയത്തുകൾ, അതിൽ ആ മുസ്ലിമീങ്ങളെടുത്ത നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹുദ്ദീൻ, ഹിജ്റ പോകാതെ മക്കയിൽ തങ്ങുകയാണ് എങ്കിൽ, ഹബ്ശയിലേക്ക് മുസ്ലിമീങ്ങളെ പറഞ്ഞയച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങുകയാണ് എങ്കിൽ എന്നാൽ ഞങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിച്ച് ഇവിടെ കഴിയണം എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി. പക്ഷേ ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ നിങ്ങൾ ആരാധിച്ചോളി, തീർച്ചയായും നഷ്ടം ആർക്കാണ്? സ്വന്തത്തെയും കുടുംബത്തെയും അന്ത്യനാളിൽ നഷ്ടപ്പെടുന്നവർക്കാണ്. അതാണ് വ്യക്തമായ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി എന്താണ്? ഭയങ്കര നഷ്ടക്കച്ചവടമാണെന്ന് അർത്ഥം. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നവയെ നിങ്ങൾക്ക് ആരാധിക്കാം, പക്ഷേ അത് തികഞ്ഞ നഷ്ടക്കച്ചവടമാണ് എന്നതാണ് അവിടെ പറഞ്ഞത്. എന്താണ് ആ നഷ്ടക്കച്ചവടം എന്ന് അതിനെ വിശേഷിപ്പിച്ചത്? അതിൻ്റെ ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ വമിൻ തഹ്തിഹിം ദുലൽ ദാലിക യുഖവ്വിഫുല്ലാഹു ബി ഇബാദഹു. അതുകൊണ്ട് യാ ഇബാദി ഫത്തഖൂൻ, എൻ്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ, അല്ലെങ്കിൽ എന്നിൽ തഖ്വയുള്ളവരായി ജീവിക്കുവിൻ എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പം നഷ്ടത്തിൻ്റെ ആളുകളെ പറഞ്ഞതിന് ശേഷം ഇനി നഷ്ടം ഭവിക്കാത്ത ആളുകൾ ആര് എന്നുള്ളതാണ് ഇവിടെ തുടർന്ന് പറയുന്നത്. അതാരാണ്? വല്ലദീന ഇജ്തനബു ത്വാഗൂത്ത് അൻ യഅ്ബുദൂഹ വഅനാബു ഇലല്ലാഹ് ലഹുമുൽ ബുശ്റ ഫബശ്ശിർ ഇബാദ്. അടാ, വല്ലദീന ഒരു കൂട്ടർ, ഇജ്തനബു അവർ വെടിഞ്ഞു, അകന്നു, അത്താഗൂത്ത് താഗൂത്തിനെ അവർ വെടിഞ്ഞു. താഗൂത്ത് എന്ന് പറഞ്ഞാൽ തഗ എന്ന ക്രിയയിൽ നിന്നുള്ള നാമാണത്. തഗ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു എന്നാണ്. അപ്പോൾ താഗൂത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതിക്രമി എന്നൊരാശയത്തിൽ വരും. അതിക്രമി എന്ന ആശയത്തിൽ വരും. അതിക്രമിച്ചവൻ, അതിര് വിട്ടവൻ, ധിക്കരിച്ചവൻ എന്നൊക്കെ പറയും താഗൂത്ത്.
ത്വഹ എന്ന് പറഞ്ഞാൽ അതിന് വിട്ടത്. ചിലർ പറഞ്ഞത് ഈ ത്വാഗൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനറബി പദമാണ്. അറബി പദത്തിൽ നിന്ന് ഒരു വിൽപ്പന്നമായി ഉണ്ടായതല്ല, അത് അനറബി പദമാണ്. അനറബി പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാറൂൻ, താലൂത്ത്, ജാലൂത്ത്, ഹാറൂൻ അതേപോലെയാണിത്. ഹാറൂൻ അല്ലെങ്കിൽ ജാലൂത്ത്, താലൂത്ത് അങ്ങനത്തെ പേരുകൾ നമ്മൾ കേൾക്കണില്ലേ. അതേപോലെ ഒരു അനറബി പദമാണ് താവൂത്ത് എന്നാണ്. പക്ഷേ അതിന് പലരും നിരൂപിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല. പിന്നെ ത്വഹ എന്ന അറബി പദത്തിൽ നിന്ന് വന്ന പ്രയോഗമാണ് ഫഅലൂത്ത് വസ്നിൽ താവൂത്ത്. ഇവിടെ അതിക്രമി എന്നാണ് പദാർത്ഥമെങ്കിലും ഉദ്ദേശം എന്ത് എന്നുള്ളതാണ്. താവൂത്തിനെ കഅബ് ഇബ്നുൽ അഷ്റഫിനെ കുറിച്ച് താവൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഅബ് ഇബ്നുൽ അഷ്റഫ് വിഗ്രഹങ്ങളെക്കുറിച്ച് താവൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സനം അസ്നാമിന് ഇതല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധിക്കപ്പെടുന്നവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? താവൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താവൂത്ത് കുല്ലു മാ ഉബിദ മിൻ ദൂനില്ല, അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെട്ടതൊക്കെ എന്താണ്? താവൂത്താണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വല്ലദീന ഇജ്തനബു താവൂത്ത്, താവൂത്തിനെ വെടിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താവൂത്തിനെ വെടിയുക എന്നുള്ളതിൻ്റെ ബയാനാണ് ഇവിടെ ഇത്. അയ്യാബുദൂഹ, എന്താ അയ്യാബുദു എന്ന അതിനെ ആരാധിക്കുക എന്നത്, അതിനെ ആരാധിക്കുക എന്നത്. താവൂത്തിനെ വെടിയെന്ന് പറഞ്ഞാൽ അയ്യാബുദു അവർ ആരാധിക്കലാണ് അതിനെ. അപ്പോൾ വല്ലദീന ഇജ്തനബു താഗൂത്ത് അയ്യാബുദൂഹ എന്ന് പറഞ്ഞാൽ താഗൂത്തിനെ ആരാധിക്കുന്നത് വെടിഞ്ഞവർ, ഒഴിവാക്കിയവർ. അൻ യഅബുദു എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന അർത്ഥമാണ്. ഇബാദത്ത് എന്ന അർത്ഥമാണ്. ഹ എന്നുള്ളത് മടങ്ങുന്നത് ഈ താഗൂത്തിലേക്കാണ്. താഗൂത്ത് ഏകവചനായിട്ടും പ്രയോഗിക്കും, ബഹുവചനായിട്ടും പ്രയോഗിക്കും, തവാഖീത്ത് എന്ന അർത്ഥത്തിനും പ്രയോഗിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീലിംഗമായിട്ട് പ്രയോഗിച്ചത്. ഇവിടെ ഉദ്ദേശം എന്താണ്? താഗൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവ എന്ന ഉദ്ദേശമാണ്. ഇവിടെ വല്ലദീന ഇജ്തനബു താഗൂത്ത് അയ്യഅബുദൂഹ, താഗൂത്തിനെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടവർ, അകന്നവർ. മാത്രമല്ല വഅനാബു ഇലല്ലാഹ്, എന്താ വഅനാബു ഇലല്ലാഹ്? അള്ളാഹുവിലേക്ക് അവർ മടങ്ങുകയും ചെയ്തു. വഅനാബു, അനാബ എന്ന് പറഞ്ഞാൽ താബ എന്നർത്ഥം, റജഅ. വലൈക്കും സലാം. അനാബ, അനാബു അവർ മടങ്ങി എന്നാണ്. വഅനാബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തവർ. ലഹുമുൽ ബുഷ്റ, ലഹുമുൽ ബുഷ്റ അവർക്കാകുന്നു സുവിശേഷം, അവർക്കാകുന്നു സുവിശേഷം, സന്തോഷ വാർത്ത. അൽ ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത, അവർക്കാകുന്നു സന്തോഷ വാർത്ത. ഫബശ്ശിർ ഇബാദ്, ഫബശ്ശിർ ഇബാദ്, ഫ അതിനാൽ ബശ്ശിർ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ഇബാദ്, ഇബാദ് എന്ന ഇബാദി എന്നാണ്, എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസന്മാരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? ഈ ആയത്തിൽ പിന്നെ നഷ്ടം ഭവിച്ചവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ലാഭം കൊയ്തവർ ആരാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലാഭം കൊയ്തവർ താഗൂത്തിനെ ആരാധിക്കുന്നത് വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിയവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിയവരാണ്. ഇവിടെ താഗൂത്തിനെ വെടിഞ്ഞാൽ മാത്രം പോരാ, പിന്നെ എന്തുകൂടി വേണം? അള്ളാഹുവിലേക്ക് മടങ്ങുകയും വേണം. അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നർത്ഥം. അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മാത്രം, അല്ലെങ്കിൽ അള്ളാഹിനെ ആരാധിച്ചാൽ പോരാ, പിന്നെ എന്തുകൂടി വേണം? താഗൂത്തിന് വെടിയും വേണം. നിലവിൽ അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവരുണ്ട്. ആ ആരാധിക്കപ്പെടുന്നവയെ വെടിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മടങ്ങണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാരാധ്യന്മാരുമില്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരായിച്ച്? അള്ളാഹു അല്ലാതെ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും വക്കഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് സമ്മതിക്കുകയും അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നതിനെ അവിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുക. ഞാൻ അള്ളാഹിനെ ആരാധിക്കും, പക്ഷേ മറ്റാരാധ്യന്മാരെ ഞാൻ നിഷേധിക്കൂല, ഞാനതിനെ അവിശ്വസിക്കൂല എന്ന് പറഞ്ഞെങ്കിൽ അയാൾ ആരല്ല? ഒരിക്കലും മുഅ്മിനല്ല. അള്ളാഹു മാത്രം ആരാധ്യൻ എന്ന് സമ്മതിച്ച് മറ്റുള്ളതിനെ വെടിയുകയും അവിശ്വസിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരാൾ മുസ്ലിം. വല്ലദീന ഇജ്തനബു ത്വാഗൂത്ത് അയ്യഅബുദൂഹ വഅനാബു ഇലല്ലാഹ് ലഹുമുൽ ബുഷ്റ, അവർക്കാകുന്നു ബുഷ്റ, സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞെങ്കിൽ അവരാണ്? അവർ നഷ്ടക്കാരല്ല, അവർക്ക് നഷ്ടമല്ല, അവർക്ക് വിജയമാണ്, അവർക്ക് അനുഗ്രഹമാണ് എന്നുള്ളതാണ് ഇവിടെ പിന്നെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഫബശ്ശിർ ഇബാദ്,
ഈ ലഹുമുൽ ബുഷ്റ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുഷ്റ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് അല്ലേ. സ്വർഗം മാത്രമല്ല പിന്നെയോ, ഇപ്പം ഇന്നൽ അബ്റാർ ലഫീ നഈം, ഇന്നൽ അബ്റാർ ലഫീ നഈം എന്ന് പറഞ്ഞാൽ അബ്റാർ നഈമിലാണെന്ന് പറഞ്ഞത്, അനുഗ്രഹത്തിലാണെന്ന് പറഞ്ഞത്. അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലുണ്ട്, പിന്നെ മരിച്ചതിന് ശേഷമുണ്ട് എവിടെ, ഖബറിൽ ബർസഖി ജീവിതത്തിൽ, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇഹലോകത്തും ഖബർ ജീവിത നാളുകളിലും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും ഒക്കെ ലഹുമുൽ ബുഷ്റ, ലഹുമുൽ ബുഷ്റ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫബശ്ശിർ ഇബാദ്, ഈ ഒരു സുവിശേഷം അത് എൻ്റെ ദാസന്മാരെ വിളിച്ചറിയിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. എൻ്റെ ദാസന്മാർ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ചേർക്കുന്നത്, എൻ്റെ ദാസന്മാരെന്ന് ഇവിടെ പറയുന്നത് തശ്രീഫിനാണ്. അതായത് ഇവർ അള്ളാഹു അല്ലാത്തവരെ വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ആദരവ് അറിയിക്കുകയാണ്. ഫബശ്ശിർ ഇബാദ്, ഈ ദാസന്മാർ, എൻ്റെ ദാസന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത ഇവിടെ ഉണർത്തുന്നത്, അവരുടെ വർണ്ണന പറയുന്നത് അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹും ഉലുൽ അൽബാബ്. ഈ ഇബാദ് ദാസന്മാരുണ്ടല്ലോ, അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ്, എൻ്റെ ദാസന്മാർ, സന്തോഷവാർത്ത അറിയിക്കേണ്ടതായ എൻ്റെ ദാസന്മാർ എന്നല്ലേ, അവർ അല്ലദീന എങ്ങനെയുള്ളവരാണ്, യസ്തമിഊൻ അൽ ഖൗൽ. യസ്തമിഊൻ എന്താ ഇസ്തമാ എന്ന് പറഞ്ഞാൽ, ഇസ്തമാ എന്ന് പറഞ്ഞാൽ പിന്നെ സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു അല്ലേ, സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു. ഇസ്തമയും സെമിയും തമ്മിൽ വ്യത്യാസമല്ലേ, സെമിയയും ഇസ്തമയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇതിൽ പദം ഏറുണ്ട് അല്ലേ, ഇതിൽ അലിഫും താവും ഏറുണ്ട്. അപ്പോൾ സിയാദത്തുൽ മബ്ന സിയാദത്തുൽ ഫിൽ മാന എന്നാണ്. നിർമ്മാണത്തിൽ ഏറുണ്ട് എങ്കിൽ അർത്ഥത്തിലും ഏറുണ്ടാവും. അപ്പോൾ സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു, ഖലാസ് കേട്ടു. ഇസ്തമ എന്ന് പറഞ്ഞാൽ സാഗൂതം കേട്ടു എന്നാണ്, സശ്രദ്ധം കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ അല്ലദീന യസ്തമിഊൻ അൽ ഖൗൽ, അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ എന്താ, ഖൗൽ പറഞ്ഞ വാക്കാണ് അല്ലേ. ആ അല്ലുണ്ട് പിന്നെ ഖൗലും ഉണ്ട്. ഖൗല് നമുക്കറിയാം, ഖാല ഖൗൽ, ഖാല ഖീല ഖൗൽ. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അപ്പോൾ ഖൗൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്ക്. ഖീല, ഖാല ഖീല. തൈ അൽ ഖൗൽ എന്ന് പറഞ്ഞപ്പോൾ ഈ അൽ, അതിൻ്റെ ഉദ്ദേശം എന്താ? അല്ല് പല അർത്ഥത്തിന് വരുമല്ലോ. ഇത് ജിൻസിനാണ് എങ്കിൽ, അതായത് അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുകളും അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകളെല്ലാം സാഗൂതം കേൾക്കുന്നവർ. അത് അല്ലിന്, അത് ജിൻസിൻ്റെ മൊത്തത്തിൽ എല്ലാ വാക്കുകളും എന്ന അർത്ഥം കിട്ടാൻ ഉള്ള അല്ലാണോ, അതല്ല അൽ അഹദിൻ്റേതാണ് എന്നാണ്. ഒരു പ്രത്യേക വാക്ക്, അതാണ് പ്രത്യേക വാക്ക് ഏതാണ്. പ്രത്യേക വാക്ക് എന്ന് പറയുമ്പോൾ എല്ലാ വാക്കുകളല്ല, പിന്നെ പ്രത്യേക വാക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. അല്ലദീന, ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ട ദാസന്മാർ അവർ എങ്ങനെയുള്ളവരാണ്? യസ്തമിഊൻ, അവർ സാഗൂതം കേൾക്കും. അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. ഇതൊരു പ്രത്യേക വാക്കാണ്, എല്ലാ വാക്കുകളല്ല. വേറെ പറഞ്ഞില്ല, ഇവിടെ പ്രത്യേക വാക്കല്ല, പിന്നെയോ വാക്കുകളെല്ലാം ശരിയും തെറ്റും എല്ലാ വാക്കും കേൾക്കും. ഫയത്തബിഊന അഹ്സനഹു എന്നാണ് ഇവിടെയാണ് വിഷയം. വാക്കുകൾ കേൾക്കും, ഫയത്തബിഊൻ, എന്നിട്ടെന്താ, തുടർന്ന് അവർ പിൻപറ്റും. ഫൗൽ ഫസീഹ, വാക്കുകൾ കേട്ടതിന് ശേഷം യത്തബിഊൻ, അവർ പിൻപറ്റും. അഹ്സനഹു, യസ്മാന അഹ്സനഹു, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്നാണ്, ഏറ്റവും നല്ലത്. അഹ്സനഹു എന്ന് പറഞ്ഞാൽ അതിലേറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വാക്കിൽ ഏറ്റവും നല്ലത്. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു. അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞവരുണ്ട്. അൽ ഖൗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനും അല്ലാത്തതും ഒക്കെ, വിശുദ്ധ ഖുർആനും അല്ലാത്തതും ഒക്കെ എല്ലാം കേൾക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലെ ഏറ്റവും നല്ലത് പിൻപറ്റിയതാണ്. അപ്പോൾ ഇവിടെ
ഈ രണ്ടും ഇതും പരിഗണിച്ചിട്ട് അർത്ഥം വെക്കുമ്പോഴുള്ള വിഷയം എന്താ? ഇപ്പോൾ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നവർ എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുന്നവർ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ലതല്ലാത്തതുണ്ടോ? വിശുദ്ധ ഖുർആൻ മുഴുവൻ എന്താണ്? ഏറ്റവും നല്ലതാണ്. അതിൽ തീയത് നല്ലത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതല്ലാത്തത് അങ്ങനെയല്ല. അഹ്സൻ എന്നുള്ളത്, അഹ്സൻ എന്നത് ഇസ്മു തഫ്ദീലല്ലേ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും നല്ലത് ഹസൻ എന്നതിൽ നിന്നുള്ള ഇസ്മു തഫ്ദീലാണ് അഹ്സൻ. അപ്പം എങ്ങനെ പറയും? ഇപ്പോൾ ഇവിടെ മൊത്തം വാക്കുകൾ ഓക്കെ, അത് പറയുമ്പോൾ പ്രശ്നമല്ല. അല്ലദീന യസ്തമിഊന അൽ ഖൗൽ, വാക്കുകളെല്ലാം നല്ലതും നല്ലതല്ലാത്തതും, അതായത് ഇപ്പോൾ വിശുദ്ധ ഖുർആനാകട്ടെ അതല്ലാത്ത ഇതര വാക്കുകളാകട്ടെ സംസാരങ്ങളാകട്ടെ എല്ലാം കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർ, അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർ. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവരെയാകുന്ന അള്ളാഹു സന്മാർഗത്തിലാക്കിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് മാർഗം കാണിച്ചു എന്നാണ് പറയുന്നത്. അത് ശരി. പക്ഷെ ഇവിടെ ഖുർആൻ എന്ന് പറയുമ്പോൾ അലിഫ് ലാം മീം അഹദിൻ്റെ പ്രത്യേകം ഒരു വാക്കാണ് ഉദ്ദേശം, എല്ലാ വാക്കുകളല്ല, ഉദ്ദേശം ഖുർആനാണ്. അപ്പോൾ അല്ലദീന യസ്തമിഊന അൽ ഖൗൽ, ഈ വാക്ക് വിശുദ്ധ ഖുർആനാകുന്ന വാക്ക്, കാരണം വിശുദ്ധ ഖുർആനെ ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇന്നഹു ലഖൗലുൻ ഫസ്ലുൻ അല്ലേ? വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഖൗൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ സനുൽഖി അലൈക, ബാക്കി പറയും, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഖൗലൻ സഖീല. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഖൗൽ എന്ന് വിശേഷണം വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലദീന യസ്തമിഊന അൽ ഖൗൽ, ഈ ഖൗൽ കേൾക്കുന്നവർ, ഫയത്തബിഊന, എന്നിട്ട് അവർ അതിൽ പിൻപറ്റുന്നു, അഹ്സനഹു എന്ന് പറഞ്ഞെങ്കിൽ അതിലേറ്റവും നല്ലത് എന്നല്ല, പിന്നെയോ അത് ഏറ്റവും നല്ലതാണ് എന്നാണ്, അത് ഏറ്റവും നല്ലത് എന്നാണ്. വിശുദ്ധ ഖുർആൻ എല്ലാം എന്താണ്? ഏറ്റവും മുന്തിയതാണ്, ഏറ്റവും നല്ലതാണ് എന്ന് ബോധിപ്പിക്കാനാണ് പ്രയോഗം. അങ്ങനെ പ്രയോഗിക്കും. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പട്ടണത്തിലെ സ്ത്രീകൾ വശീകരിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവത്തെ തുടർന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഉണ്ട്. എന്താ? റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി എന്നാണ്. എന്താ യൂസുഫ് നബിൻ്റെ പ്രാർത്ഥന? റബ്ബി, എൻ്റെ റബ്ബേ, അസ്സിജ്നു, ജയിലാണ്, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിമ്മ യദ്ഊനനി ഇലൈഹി, ആ സ്ത്രീകൾ എന്നെ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളെന്നാണ്. അപ്പോൾ സ്ത്രീകൾ എന്നെ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? ജയിലാണെന്നാണ് പറയുന്നത്. ഏറ്റവും ഇഷ്ടം അഹബ് എന്നാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടം എന്നവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം ജയിലാണ്, മറ്റതും തിരക്കടില്ല എന്നൊരു അർത്ഥം വരും അല്ലേ? ഏതാ മറ്റതും? എന്താ പ്രയോഗം മനസ്സിലായ? അതായത് സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ചില കാര്യങ്ങളിലേക്ക് വശീകരിക്കുകയാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അവരെന്നെ വശീകരിക്കുന്ന വിഷയത്തേക്കാൾ എനിക്കിഷ്ടം എന്താണ്? ജയിൽ എന്ന് പറയല്ലേ? അതാണല്ലോ ആ പ്രയോഗത്തിൽ അഹബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അതാണ് എന്നാണ്. ഏറ്റവും ഇഷ്ടം അതാണെന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു വിഷയമുണ്ട്, ഇഷ്ടകരമായൊരു വിഷയം, അതാ സ്ത്രീകൾ ക്ഷണിക്കുന്നതെന്ന് വരും അല്ലേ? മാതല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല അവിടെ അർത്ഥം. അവിടെ അർത്ഥം എന്താണ്? സ്ത്രീകൾ ക്ഷണിക്കുന്ന കാര്യം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് എന്താണ്? ജയിലാണ് എന്നാണ്. അഹബു എന്നാണ് പ്രയോഗിച്ചത്. അതേപോലുള്ളൊരു പ്രയോഗമാണ്. അതായത് വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, വിശുദ്ധ ഖുർആനാണ് ഏറ്റവും ഉത്തമം, അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവർ, അതാണ് ഇവിടെ അർത്ഥം. അതാണ് ഇവിടെ അർത്ഥം. കാരണം വിശുദ്ധ ഖുർആൻ, ഇനി നോക്കി, ഈ ആയത്ത് കഴിഞ്ഞാൽ നമുക്കൊരായത്ത് വരും, കുറച്ച് രണ്ടായത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഇവിടെ, അല്ലദീന യസ്തമിഊന അൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു, ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ ഏതാണ് ഏറ്റവും നല്ലത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഏറ്റവും നല്ലത് ഇതിൻ്റെ തുടർച്ചയിൽ ഇനി വരുന്നുണ്ട്, അടുത്ത ആയത്തുകളായിട്ട് വരും. നിങ്ങൾ മുസാഫ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്സല അവതരിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു അഹ്സനൽ ഹദീസ് കിതാബൻ മുത്തശാബിഹ, ഒരു മുത്തശാബിഹായ കിതാബായിട്ട് അള്ളാഹു ഏറ്റവും നല്ല വൃത്താന്തം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ലദീന യസ്തമിഊന അൽ ഖൗൽ, വിശുദ്ധ ഖുർആനെ സാഗൂതം കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, വിശുദ്ധ ഖുർആനാകുന്ന ഏറ്റവും നല്ല വർത്തമാനം, ഏറ്റവും നല്ലത്, അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവർ ഉലൈക അല്ലദീന ഹദല്ലാഹ് ഹദാഹുമുല്ലാഹ്, അവരെ ആകുന്നു അള്ളാഹു
മാർഗം കാണിച്ചത് വ ഉലായിക ഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിജീവികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ചിലർ പറഞ്ഞത് ഇവിടെ വിശുദ്ധ ഖുർആൻ തന്നെ അർത്ഥം വെച്ചാലും ഫയത്തബിഊന അഹ്സനഹു, വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ വാജിബും മൻദൂബും ഉണ്ട്. എന്താ വാജിബ്, എന്താ മൻദൂബ്? മൻദൂബ് മബിയാത്ത് അറിയില്ലേ? അതാ നമ്മൾ മന്ദൂബുകളുണ്ടല്ലോ ജോലിയിൽ, ആ മന്ദൂബല്ല. മന്ദൂബ് പറഞ്ഞതാ സുന്നത്താണ്, അതായത് വാജിബിൻ്റെ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന മന്ദൂബ്, അതായത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും, അതാണ് മന്ദൂബ്. ഇത് പിന്നെ ഉസൂലുൽ ഫിഖ് പ്രകാരം ഇങ്ങനെ ഒരു സാങ്കേതിക ശബ്ദമാണ്. വാജിബ് എന്ന് പറഞ്ഞാലോ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷയുള്ളതും. അപ്പോൾ വാജിബായ കാര്യമുണ്ട്, മന്ദൂബായ കാര്യമുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ചെയ്താൽ കൂലിയുള്ള കുറ്റമില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അല്ലദീന യസ്തബിഊനൽ ഖൗൽ, വിശുദ്ധ ഖുർആൻ സാഗൂതം കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, എന്നിട്ട് അതിൽ ഏറ്റവും അഹ്സനായത്, അതായത് മന്ദൂബും വാജിബും ഉണ്ടെങ്കിൽ ഏതിനെയാണ് പിടിക്കേണ്ടത്? വാജിബിനെയാണ് പിടിക്കേണ്ടത്, മനസ്സിലായി? അങ്ങനെ ഏറ്റവും അഹ്സനായത് അതിൽ പിൻപറ്റുകയും ചെയ്യുന്നവർ എന്ന അർത്ഥം പറഞ്ഞവരും ഇവിടെ ഉണ്ട്. എന്തായാലും ഇവിടെ ഈ ആയത്തിൻ്റെ ഈ ആയത്തുകളുടെ ഈ പരിപ്രേക്ഷ്യം നോക്കി, സാഹചര്യം നോക്കി അല്ലേ, ഇവിടെ എല്ലാ വാക്കുകളും കേൾക്കുക എന്നിട്ട് അതിലേറ്റവും ഉത്തമമായത് പിൻപറ്റുക എന്നർത്ഥവും, വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നിട്ട് വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക എന്നുള്ളതും ഏതാണ് അതിൽ യോജിച്ചത് വരിക? എല്ലാ വാക്കുകളും കേൾക്കുക, അങ്ങനെ പറയാം. അതായത് ഇതിപ്പോൾ നോക്കി, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ചൂട് പിടിച്ച കാലമാണ്. ദഅവത്ത് ചൂട് പിടിച്ച കാലമാണ് അല്ല, ചൂട് പിടിച്ചപ്പോൾ അത് ദഅവത്തിൻ്റെ പ്രതിയോഗികളിൽ നല്ല പ്രതികരണം ഉണ്ടാക്കിയ കാലഘട്ടമാണ് അല്ലേ. ആ പ്രതികരണത്തിൻ്റെ ഒരു പിന്നെ പ്രതിഫലനാണ് ഹബശയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ഹിജ്റ. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് പിന്നെ ശരിയാണ്, വിശുദ്ധ ഖുർആൻ സാഗൂതം കേട്ട് അതിലെ വിശുദ്ധ ഖുർആൻ ആകുന്ന ഏറ്റവും നല്ലതിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർത്ഥം ശരിയാണ്. ഇനി അതല്ല, വാക്കുകളെ മൊത്തത്തിൽ കേട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുക, ഏറ്റവും നല്ല വാക്ക് അതേതാ? വിശുദ്ധ ഖുർആനാണ്. അതിലേറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അഹ്സന് അല്ലേ, വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ല ഏറ്റവും നല്ല വാക്കാണ്. അപ്പോൾ വാക്കുകളെല്ലാം കേട്ട് അതിലേറ്റവും നല്ലത് വിശുദ്ധ ഖുർആൻ, ഏറ്റവും നല്ലത് ലാ ഇലാഹ ഇല്ലല്ല, അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ. രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെന്തില്ല, ഒരു വിഷയമല്ല. അതായത് ഈ ഖൗൽ എന്നതിന് അൽ എന്നത് ജിൻസിൻ്റെ അല്ലായാലും അഹദിൻ്റെ അല്ലായാലും, ജിൻസിൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകളെല്ലാം വിശുദ്ധ ഖുർആനാകട്ടെ ഇതര വാക്കുകളാകട്ടെ, അല്ലിൻ്റേതാകുമ്പോൾ വിശുദ്ധ ഖുർആനാകുന്ന വാക്ക്. അല്ലദീന യസ്തമിഊന അൽ-ഖൗല ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, ഉലൈക കൂട്ടർ, അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ്? ഹദാഹുമുല്ലാഹ്, അള്ളാഹു അവരെ ഹദാഹും വഴി കാണിച്ചിരിക്കുന്നു. ഹദാഹും അവരെ അള്ളാഹു വഴി കാണിച്ചു എന്നാണ്. ഹദാഹുമുല്ലാഹ്, അള്ളാഹു അവരെ വഴി കാണിച്ചു. ഏതിലേക്ക് വഴി കാണിച്ചു? ഇല അഹ്സനിൽ അഖ്ലാഖി വ അഹ്സനിൽ അമാൽ, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക്, ഏറ്റവും നല്ല പ്രവൃത്തികളിലേക്ക്. ഉലായികല്ലദീന അവർ എങ്ങനെയുള്ളവരാണ്? ഹദാഹുമുല്ലാഹ്, അള്ളാഹു അവരെ വഴി കാണിച്ചു. ഏതിലേക്ക്? ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല വിശ്വാസം, ഏറ്റവും നല്ല വഴി, അതിലേക്കൊക്കെ വഴി കാണിച്ചവരാകുന്നു അവർ. ഇവിടെ മനസ്സിലായോ? അള്ളാഹു അവരെ വഴി കാണിച്ചു എന്നാണ്. എവിടേക്ക് വഴി കാണിച്ചു? ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക്, ഏറ്റവും നല്ല വാക്കിലേക്ക്, ഏറ്റവും നല്ല അമലിലേക്ക്, ഏറ്റവും നല്ല അഖീദയിലേക്ക്, അതേപോലെ ഏറ്റവും നല്ല ത്വരീഖ് വഴിയിലേക്ക്. അതാണ് എങ്ങനെയുള്ളവരാണ്? ഹദാഹുമുല്ലാഹ്, അള്ളാഹു അവരെ വഴി കാണിച്ചു ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക്, ഏറ്റവും നല്ല വാക്കിലേക്ക്, ഏറ്റവും നല്ല പ്രവൃത്തിയിലേക്ക്, ഏറ്റവും നല്ല വിശ്വാസത്തിലേക്ക്, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴി കാണിച്ചവരാകുന്നു അക്കൂട്ടർ. വ ഉലായിക് ഹും, വ ഉലായിക് അക്കൂട്ടർ ഹും അവർ തന്നെയാകുന്നു ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ അൽബാബ് എന്നർത്ഥം. ലുബ് പറഞ്ഞാൽ അക്കലാണ്. ലുബ് എന്ന് പറഞ്ഞാൽ അക്കൽ, ബുദ്ധി. അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധികൾ, ഉഖൂൽ. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ ഉഖൂൽ, ബുദ്ധിയുള്ളവർ, ബുദ്ധിയുടെ വാക്താക്കൾ. അപ്പോൾ ഉലായിക കൂട്ടറാകുന്നു, ഹും അവർ തന്നെയാകുന്നു ഉലുൽ അൽബാബ്, അസ്ഹാബുൽ ഉഖൂൽ ബുദ്ധിയുള്ളവർ എന്നാണ്.
അപ്പോൾ വാക്കുകൾ കേട്ട് അതിലേറ്റവും നല്ലത് അനുധാവനം ചെയ്യുന്നവർ, വിശുദ്ധ ഖുർആൻ കേട്ട് വിശുദ്ധ ഖുർആനാകുന്ന ഏറ്റവും നല്ലത് അനുധാവനം ചെയ്യുന്നവർ, അവരെയാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചത്, അവരാകുന്നു ബുദ്ധിമാന്മാർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. താഗൂത്ത് ഷെയ്ത്താൻ എന്നർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വല്ലദീന ഇജ്തനബു ത്വാഗൂത്ത് അൻ യഅ്ബുദൂഹ, താഗൂത്തിനെ വെടിഞ്ഞവർ, അൻ യഅ്ബുദൂഹ പറഞ്ഞാൽ അതിനെ ആരാധിക്കുവാൻ എന്ന് അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ ഷെയ്ത്താനാണ് ഉദ്ദേശം. ഷെയ്ത്താനെ ആരാധിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാനുള്ള കാരണക്കാരൻ ആരാണ്? ഷെയ്ത്താനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷെയ്ത്താനെ ആരാധിക്കുക എന്നത്, പിന്നെ ആരാധിക്കുക എന്നുള്ളത് ഷെയ്ത്താനിലേക്ക് ചേർത്തത്. പലരും ഷെയ്ത്താനെ നേരിട്ട് ഷെയ്ത്താനെ ആരാധിക്കുന്നവരുമുണ്ട്, പലരും ഷെയ്ത്താനെ നേരിട്ട് ആരാധിക്കണില്ല. പിന്നെയോ ഷെയ്ത്താൻ പ്രേരണ നൽകിയിട്ട് പിന്നെ ആരാധിപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിഗ്രഹങ്ങളാണ്, അള്ളാഹുവെ കൂടാതെ ആരാധിക്കുന്നവരാണ്, പിന്നെ ഷെയ്ത്താനാണ്, ഇങ്ങനെ പല അർത്ഥം പറഞ്ഞവരുണ്ട്. ഇവിടെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞത് ഇതാണ്, ഷെയ്ത്താനാണ് മറ്റുള്ളവരെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആരാധനയെ ഷെയ്ത്താനിലേക്ക് ചേർത്തത്, ഈ അബുദൂഹ എന്ന് പറഞ്ഞത്. ഉലുൽ അൽബാബ്. ഇവിടെ ആരാണ് ഈ ആളുകൾ എന്നാണ്. അന്നത്തെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഇവിടെ ഈ ആയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ആര് എന്നുള്ളതാണ്. പിന്നെ അബൂദർ അൽ ഖിഫാരി, അതേപോലെ സൽമാൻ ഉൽ ഫാരിസി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചിലർ പറഞ്ഞത്. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, തൽഹ, സുബൈർ, സഈദ് തുടങ്ങിയ സഹാബികളാണ് ഉദ്ദേശം. ഈ വല്ലദീന ഇജ്തനിബു ത്വാഗൂത്ത് അൻ യഅ്ബുദൂഹ വ അനാബു ഇലല്ലാഹി ലഹുമുൽ ബുശ്റ ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊന അൽ ഖൗല ഫയത്തബിഊന അഹ്സന എന്ന് പറഞ്ഞില്ലേ. ഈ വിഭാഗം ആര് എന്നുള്ളതാണ്. ഒരിക്കലും താഗൂത്തിനെ ആരാധിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങി സന്തോഷവാർത്ത നേടിയ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ളവരാണ് അല്ലേ. അതേപോലെ അബൂദർ, അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സൽമാൻ അൽ ഫാരിസി സത്യാന്വേഷിയായി അദ്ദേഹം പിന്നെ അസ്ബഹാനിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇസ്ലാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്? ഈ അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നതിനെ വർജിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു, സഈദ്, തൽഹ, സുബൈർ പോലുള്ളതായ സഹാബികളുടെ ഒക്കെ പ്രത്യേകത, അവർ വിശുദ്ധ ഖുർആൻ കേട്ട മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധ ഖുർആനെ അവർ പിൻപറ്റിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരെ ക്ഷണിച്ച മാർഗ്ഗേണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സഹാബികളാണ് ഇവിടെ ഉദ്ദേശം എന്നീ ആയത്തിൻ്റെ തഫ്സീറുകളിൽ പലരും ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അവർ പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശം തന്നെയാണ്, അവർ പ്രധാനം ഇട്ട് ഉദ്ദേശം തന്നെയാണ്. കാരണം അവരൊക്കെ എന്താണ്? സ്തുത്യർഹരാണ് ആ വിഷയത്തിൽ. പക്ഷേ അവരെപ്പോലെ ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഉദ്ദേശമാണ്, അവരെപ്പോലെ ജീവിക്കുന്ന ആളുകളും ഇവിടെ ഉദ്ദേശമാണ്. ഇവിടെ തുടർന്ന് പറയുന്നത്, അന്ന് ഒരിക്കലും ഷിർക്കിന് പിടികൊടുക്കാതെ, ഇസ്ലാമിന് മുമ്പ് തന്നെ ഷിർക്കിന് പിടികൊടുക്കാതെ ജീവിച്ച സൽമാൻ അൽ ഫാരിസിയെ പോലുള്ളതായ മഹത്തുക്കൾ ഉണ്ടായിരുന്നു, സൽമാൻ അൽ ഫാരിസിയെ പോലുള്ളവരുണ്ടായിരുന്നു. ഇസ്ലാം കേട്ട മാത്രയിൽ ഇസ്ലാം സ്വീകരിച്ച് ഷിർക്കിന് പിടികൊടുക്കാത്ത ഉസ്മാൻ, തൽഹ, സുബൈർ പോലുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ബന്ധുക്കളാണ്, അടുത്ത അയൽവാസികളാണ്, കുടുംബക്കാരാണ്. അങ്ങനെയുള്ള ചില ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അത് അബൂലഹബിൻ്റെ മകൻ ഉതൈബ, അബൂലഹബും ഉതൈബയും. എന്താ അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത ഇവിടെ അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ്. അഫമൻ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ ആണോ എന്നാണ്, യാതൊരുവൻ ആണോ. ഹഖ അലൈഹി, അവൻ്റെ മേൽ, ഹഖ എന്ന് പറഞ്ഞാൽ തെഹഖഖ്, സത്യമായി ഭവിച്ചു, പുലർന്നു. തെഹഖഖ്, ഹഖ അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹഖ എന്ന് പറഞ്ഞാൽ ഇവിടെ തെഹഖഖ എന്നർത്ഥം. തെഹഖഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർന്നു, ഭവിച്ചു എന്നർത്ഥം. ഹഖ അലൈഹി, അവൻ്റെ മേൽ പുലർന്നു, ഭവിച്ചു. എന്ത്? കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം. അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കും എന്ന് ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് വഴിവഴപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്നെ പിൻപറ്റുന്നവർക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാക്കാണ്.
ആ വാക്ക് അതാണ് കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം. ശിക്ഷയുടെ വചനം പുലർന്നവൻ. അപ്പോൾ അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം ആരിൽ സാക്ഷാത്കൃതമായോ അവൻ ആണോ എന്ന് ചോദ്യമാണ്. അഫമൻ ആണോ എന്ന് ചോദ്യമാണ്. ആണോ എന്ന് ചോദിക്കുന്നത് ആരെപ്പോലെയാണോ? ഇവരെ പോലെയാണോ ചോദിക്കണം. അല്ലദീന യസ്തമിഊന അൽ ഖൗല ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു വ ഉലൈക ഹുമുൽ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞില്ലേ. ഇവരെ പോലെയാണോ ഇവൻ എന്ന് ചോദിക്കണം. അദാബിൻ്റെ വചനം പുലർന്നവൻ ഇവരെ പോലെ ആകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. അത് ഇപ്പോൾ അബൂലഹബിനെ പോലുള്ളവർ, അബൂലഹബിൻ്റെ ഒരു മകൻ ഉതൈബ, അവർ രണ്ടാളും കടുത്ത നിഷേധികളും അവരുടെ ഇസ്ലാമിനോടുള്ള പകയും വിദ്വേഷവും അതൊരിക്കലും അടങ്ങാതെ അത് നിത്യമായി ആളിയിരുന്ന ആളുകളാണ് അബൂലഹബിനെ പോലുള്ള ആളുകൾ. എന്നാൽ അബൂലഹബിൻ്റെ വിഷയത്തിൽ നോക്കി നിങ്ങൾ കലിമത്തുൽ അദാബ് അയാളിൽ എന്ത് ചെയ്തു? തഹഖുഖായി എന്നുള്ളതാണ്. തഹഖുഖായി ഈ വചനങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വർഷങ്ങൾ അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധ സാഹചര്യത്തിലാണ് അബൂലഹബ് എന്ത് ചെയ്യണത്? അബൂലഹബ് മരിക്കണത് ബദർ യുദ്ധ സാഹചര്യത്തിൽ. അപ്പോൾ ഈ ആയത്തുകൾ ഇറങ്ങിയിട്ട് വീണ്ടും വർഷങ്ങൾ ജീവിച്ച അബൂലഹബിന് ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും മോചനം ഉണ്ടായിട്ടില്ല. തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് അയാളുടെ പ്രവൃത്തികളിൽ ഇസ്ലാമിനെ എതിർക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിർക്കുക എന്നുള്ളതാണ് അയാളുടെ ഹോബി തന്നെ. അതുകൊണ്ടാണ് അള്ളാഹു ഈ പ്രയോഗം അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ്, അദാബിൻ്റെ കലിമത്ത് പുലർന്നവൻ ഇതുപോലെയാകുമോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അടുത്ത ചോദ്യം, അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, അഫ അൻത് താങ്കളാണോ, തുൻഖിദു രക്ഷപ്പെടുത്തുന്നു, മൻ ഫിന്നാർ, ഫിന്നാർ നരകത്തിൽ, മൻ ഫിന്നാർ നരകത്തിലുള്ളവൻ. അപ്പം നരകത്തിലുള്ളവനെ അഫ അൻത തുൻഖിദ് താങ്കൾ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുകയാണ്. നരകത്തിലുള്ളവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം വിരിച്ചവനെ അതിൽ നിന്ന് കരകയറ്റുക എന്നുള്ളത് ഒരിക്കലും ആർക്ക് സാധ്യമല്ല. താങ്കൾക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുകയാണ്. കാരണം കലിമത്തുൽ അദാബ് അവനിൽ പുലർന്നു, അള്ളാഹുവിൻ്റെ കലിമത്തുൽ അദാബ് ആരിൽ പുലർന്നോ അവനെ ആ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആർക്കൊക്കെ സാധ്യമല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് ഇവിടെ ഉണർത്തുകയാണ്. ഖലാസ്. അപ്പോൾ ഇവിടെ ഈ വചനങ്ങൾ രണ്ട് കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തഫ്സീറുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അബൂദർ, സൽമാൻ അൽ ഫാരിസി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ ആളുകൾ അവർ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വല്ലദീന ഇജ്തനബു ത്വാഗൂത അൻ യഅ്ബുദൂഹ ആ വിശേഷണം പേറിയവരാണ്. വഅനാബു ഇലല്ലാഹ് ഈ വിശേഷണമുള്ളവരാണ്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, സഈദ്, തൽഹ, സുബൈർ പോലുള്ളതായ സഹാബികൾ അവരൊക്കെ ഉണ്ടല്ലേ ഈ വാക്കാണ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ഇവരും അതിൽപ്പെട്ട തന്നെയാണ്. ഈ ആദ്യം പറഞ്ഞവർ ഇവരിൽപ്പെട്ടവരാണ് അല്ലേ. ഈ ആളുകൾ അവർ അള്ളാഹു പറഞ്ഞില്ല ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു വ ഉലൈക ഹും ഉലുൽ അൽബാബ് എന്ന വിശേഷണമുള്ള അതേപോലെ ഈ സുവിശേഷ വാർത്തയുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ മക്കയിലുണ്ട്. മറ്റൊരു വിഭാഗവുമുണ്ട്. അതാരാ? ഒരിക്കലും തങ്ങൾ വിശ്വാസത്തിലേക്കില്ല എന്നുള്ളതും തങ്ങളുടെ ശത്രുതയിൽ തന്നെയാണ് എന്ന് അവർ സ്വയം വാശി പിടിച്ചതുമായ ആളുകളുണ്ട്. അതാണ് അബൂലഹബിനെ പോലുള്ളവർ, ഉതൈബയെ പോലുള്ളവർ അവരെക്കുറിച്ച് പറഞ്ഞത്. അബൂജഹലൊക്കെ ഇനി അതിൻ്റെ വേറെ ഉദാഹരണങ്ങളാണ്. ഇതിൽ പിന്നെ അബൂലഹബൊക്കെ പ്രത്യേകം എടുത്തു പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അബൂലഹബും ഉതൈബയും, അബൂലഹബ് റസൂലുള്ളാഹിൻ്റെ പിതൃ സഹോദരനാണ്, അമ്മാണ്. ഉതൈബ ആ പിതൃ സഹോദരൻ്റെ മകനാണ്. പിന്നെ മാത്രമല്ല അവർ റസൂലുള്ളാഹിൻ്റെ അയൽവാസികളുമാണ്. എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയുന്നവരായിട്ടും അവർ കൂടുതൽ ശത്രുക്കളായി മാറുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കേട്ടില്ല, അവർ ആദർശം സ്വീകരിച്ചതുമില്ല, ശത്രുക്കളായി. അപ്പോൾ ഈ ആളുകളും അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് എന്നല്ലാഹു പറയാണ്. അവർ തുല്യമാകുമോ? തുല്യമാകില്ല. അതുകൊണ്ട് തന്നെ കലിമത്തുൽ അദാബ് പുലർന്ന ഒരാളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് അല്ലാഹു പറയണം അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ, നരകത്തിലുള്ളവനെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നവനാണോ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അങ്ങനെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം വിധിച്ച് നരകശിക്ഷ വിധിച്ച തീർപ്പാക്കിയ ഒരാളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കാവുകയില്ല എന്നുള്ളൊരു അറിയിപ്പ് കൂടി അവിടെ നൽകുന്നുണ്ട്. ഷിർക്കും കുഫ്റിലുള്ള ആളുകൾ ഇവരതിൽപ്പെടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പം ഏതൊരു വിഷയത്തിൽ ആയത്തിറങ്ങിയ ആ വിഷയത്തിൽ പരിമിതല്ല ആയത്തിൻ്റെ വിധി. അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്സ് ലാ ബി ഖുസൂസി സബബ് എന്നൊരു തത്വമുണ്ട്. ഏതൊരു കാരണത്തിനാണ് ഒരായത്തിറങ്ങിയത് ആ കാരണത്തിൽ ആയത്തിൻ്റെ വിധി പരിമിതപ്പെടില്ല. പിന്നെ ആ പദങ്ങൾ അറിയിക്കുന്ന പൊതു തേട്ടങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇത് ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണെങ്കിലും ആ പ്രത്യേകതയും പ്രവണതയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഈ ആയത്ത് ബാധകമാണെന്ന് അർത്ഥം. അത് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും അങ്ങനെയാണ്. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഏതൊരാളുടെ വിഷയത്തിലാണ് അത് ഇറങ്ങിയത് അത് അവരിൽ പരിമിതമല്ല. പിന്നെ ആ സ്വഭാവമുള്ളവർ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്താണ് ഈ ആയത്തിൻ്റെ ഹുക്മ് വിധി ബാധകമാണ് എന്നുള്ളത്. ചില നിരീശ്വരവാദികൾ അവർ പറയും, എന്തിനാണ് അബൂലഹബിനെ അല്ലെങ്കിൽ എന്തിനാണ് ഉത്തൈബയൊക്കെ ഇവർ ഇപ്പോൾ അബൂലഹബിൻ്റെ വിഷയത്തിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എന്തിനാണ് ഇത്രമേൽ ഒരു വ്യക്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായ ഒരു അവതരണം എന്ന രീതിയിൽ പറയാറുണ്ട്. മനസ്സിലായി? അത് ശരിക്ക് ചരിത്രം അബൂലഹബിൻ്റെ വിഷയത്തിലുള്ള ചരിത്രം എന്ത് എന്ന് അറിയാത്തതിനാലാണ്. അബൂലഹബ് മാത്രമായിരുന്നില്ലല്ലോ മക്കയിൽ ആളുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളുണ്ടായിരുന്നത്. അബൂലഹബ് ആ ആയിരങ്ങളിൽ ഒരാൾ മാത്രമാണ്. ആയിരങ്ങൾ അവിടെ അവിശ്വാസികൾ വേറെയുണ്ട്. അവരുടെ വിഷയത്തിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകം ഒരു സൂറത്തോ ആയത്തോ എല്ലാവരുടെയും വിഷയത്തിൽ വന്നിട്ടില്ല, അവിശ്വാസികളുടെ വിഷയത്തിൽ. പിന്നെ അബൂലഹബ് എന്തുകൊണ്ട് പ്രത്യേകം ഇങ്ങനെ പരാമൃഷ്ടമായി എന്നുള്ളതാണ്. അത് അബൂലഹബിൻ്റെ ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഈ നബുവത്ത് റസൂലുള്ള ആദ്യത്തെ പ്രഭാഷകനായിട്ട് ആദ്യത്തെ ഉത്ബോധകനായിട്ട് സഫയുടെ മുകളിൽ കയറിയപ്പോൾ കല്ലെടുത്തിട്ട് റസൂലുള്ളാഹിനെ നേരെ എറിഞ്ഞിട്ട് തബ്ബല്ലക സായിറല്യവും, നിനക്ക് നാശം മുഹമ്മദ് അലി അഹ്ല ജമാഅത്തന, ഇത് പറയാനാണ് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് റസൂലുള്ളാഹിനെതിരിൽ നബി കുടുംബത്തിൽ നിന്ന് അതേപോലെ മക്കക്കാരിൽ നിന്ന് എതിർത്ത് സംസാരിക്കുകയും നബിയെ കല്ലെടുത്തെറിയുകയും ചെയ്തത് ആരാണ്? ഈ അബൂലഹബാണ്. ഹജ്ജ് സീസൺ ആയിട്ടുണ്ടെങ്കിൽ ജാബിർ റളിയല്ലാഹു തആല പറയാണ്, അദ്ദേഹം മദീനക്കാരനാണ്, പിൽക്കാലത്തിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഒരു വ്യക്തി യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തി മണ്ണ് വാരി എറിഞ്ഞ് പിന്നിൽ പുത്തൻവാദിയാണ് കെദ്ദാബാണ് എന്ന് പറഞ്ഞ് വരും. ഈ പുത്തൻവാദിയാണ് കെദ്ദാബാണെന്ന് പറഞ്ഞ് മണ്ണ് വാരി എറിഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിതൃവ്യൻ അബൂലഹബാണ് എന്നാര് പറയാണ്? ജാബിർ റളിയല്ലാഹു തആല പറയുന്നത്. ഇങ്ങനെ ദുഷ്ടതകളുടെ ക്രൂരതകളുടെ ഒരു തുടർക്കഥയായിരുന്നു ആര്? അബൂലഹബ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുള്ളത്. അബൂലഹബിൻ്റെ ചരിത്രം ഇവിടെ തീർന്നില്ല. അതൊരു കുറേ പ്രതിലോമ പ്രവർത്തനങ്ങളുടെ ഒരു തുടർക്കഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇസ്ലാമിക ചരിത്രവും ഇസ്ലാം തങ്ങളുടെ ചരിത്രവും മനസ്സിലാക്കാതെ വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങൾക്കും അതേപോലെ ഈ അധ്യായങ്ങൾക്കൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ ഇത്തരം ഈ യുക്തിവാദികളുടെ യുക്തിരഹിതമായിട്ടുള്ള ഈ വിദണ്ഡങ്ങളിൽ എന്ത് ചെയ്യും, വീണു പോകുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ്. ഞാനിവിടെ ഈ സന്ദർഭോചിതമായിട്ട് ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. എല്ലാ വാക്കുകളും ആളുകൾ കേൾക്കണില്ല, കേൾക്കാൻ പാടില്ലാത്തതാണ് ആളുകൾ കേൾക്കുന്നത്. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയും എല്ലാം കേൾക്കണമെങ്കിൽ ഓക്കെ, പക്ഷെ എല്ലാം കേൾക്കണില്ല. പിന്നെയോ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു, അല്ലെങ്കിൽ ആ കേൾക്കാൻ പാടില്ലാത്തത് കൂടുതൽ കേൾക്കുന്നു, ഏറ്റവും താല്പര്യത്തിൽ അത് കേൾക്കുന്നു. അതൊക്കെയാണ് പ്രശ്നം. ലാകിനില്ലദീന തഖൂ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ്യ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സന്മാർഗത്തിലാക്കിയ ആളുകളെ കുറിച്ച് പറഞ്ഞു. അവരാരാണ്? അല്ലദീന യസ്തമിഊന അൽ ഖൗല ഫയത്തബിഊന പറഞ്ഞില്ലേ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാകിനില്ലദീന തഖൂ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫ് മബ്നിയ. ലാക്കിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്തിദ്റാക്കാണ്. എന്നാൽ ഇസ്തിദ്റാക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് കൂട്ടരുടെ കുറിച്ചുള്ള വിഷയങ്ങളാണ് കേട്ടത്, പ്രസ്താവനകളാണ് കേട്ടത്. ഒരു കൂട്ടരെ അവരെന്ത് ചെയ്തു, ഭാഗ്യവാന്മാരായി. ഒരു കൂട്ടർ അവർ ശിക്ഷയുടെ വചനങ്ങൾ പുലർന്ന് ദൗർഭാഗ്യവാന്മാരായി. അപ്പോൾ സൗഭാഗ്യവാന്മാരെ കുറിച്ചുള്ള പ്രസ്താവന കേട്ടു, ദൗർഭാഗ്യവാന്മാരെ കുറിച്ചുള്ള പ്രസ്താവന കേട്ടു. ഇനി നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്,
നമ്മൾ ചോയ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൽ എന്ത് ചെയ്യാണ് ഒരു ഈ രണ്ട് കൂട്ടരിൽ നിന്നും ഒരു ഭാഗത്തെ എടുത്തു ധരിക്കുകയാണ്. എന്താണ്? അതാണ് ഈ ഇസ്തിദ്റാക്ക്. ലാക്കിൻ അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിൽ തഖ്വയുള്ള ആളുകളായവർ. അല്ലദീന ഒരു കൂട്ടർ, ഇത്തഖൗ അവർ തഖ്വയുള്ളവരായി, റബ്ബഹും തങ്ങളുടെ റബ്ബിൻ്റെ വിഷയത്തിൽ തങ്ങളുടെ റബ്ബിൽ തഖ്വയുള്ളവരായി കഴിഞ്ഞ ആളുകൾ. ലഹും അവർക്കുണ്ട്, റബ്ബിൽ തഖ്വയുള്ളവരായി എന്ന് പറഞ്ഞാൽ റബ്ബ് പറഞ്ഞത് പ്രാവർത്തികമാക്കി വിരോധിച്ചത് വെടിഞ്ഞ് ജീവിക്കുന്ന ആളുകളെന്നാണ്. റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവർ. റബ്ബിനെ ഭയന്ന് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭയപ്പാടിന് എന്തുണ്ട്? ഒരു പ്രതിഫലനം ഉണ്ട്. അതെന്താ? പറഞ്ഞെടുത്ത ആളുണ്ടാവും, വിരോധിച്ചെടുത്ത ആളുണ്ടാവില്ല. ലാക്കിൻ ലദീന തഖൗ റബ്ബഹും തങ്ങളുടെ റബ്ബിനെ തഖ്വയുള്ളവരായ ആളുകൾ. ലഹും അവർക്കുണ്ട് ഗുറഫുൻ, ഗുറഫ് എന്ന് പറഞ്ഞാൽ ഗുറഫാത്ത്, റൂമുകൾ. ഗുറഫുൻ മിൻ ഫൗഖിഹ ഗുറഫ്, മിൻ ഫൗഖിഹ അതിന് മീതെ ഗുറഫ് റൂമുകൾ. ഇല്ലിയ എന്ന് പറയും, അലാലി ഒല്ലിയ അറബിയിൽ. ഈ എന്താണ് പറയുക, മേൽ തട്ടുകൾ ഇല്ലിയ. ഗുറഫും മിൻ ഫൗഖിഹ ഗുറഫും മബിനിയ എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മിക്കപ്പെട്ട റൂമുകൾക്ക് മീതെ. അപ്പോൾ തങ്ങളുടെ റബ്ബിൽ തഖ്വയുള്ളവരായവർ ലഹും ഗുറഫുൻ അവർക്ക് റൂമുകൾ ഉണ്ട്. മിൻ ഫൗഖിഹ ഗുറഫുൻ അതിന്മീതെ റൂമുകൾ, മബ്നിയത്തുൻ നിർമ്മിക്കപ്പെട്ട റൂമുകൾ. തജ്രി ഒഴുകും, മിൻ തഹ്തിഹ അതിൻ്റെ ഈ ഉറഫുകളുടെ കീഴിൽ താഴ്ഭാഗത്തിൽ, മിൻ തഹ്തിഹ അൽ അൻഹാർ നദികൾ. വഅദല്ലാഹ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകുന്നു ഇത്. വഅദല്ലാഹ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമായി ഉള്ളതാകുന്നു ഇത്. ലാ യുഖ്ലിഫുല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കുകയില്ല. അൽ മീആദ് എന്ന് പറഞ്ഞാൽ വഅദ എന്നതിൻ്റെ മീമിയായ മസ്ദറാണ്. വഅദ് എന്നുള്ളത് വാഗ്ദാനമാണ്, അതേ അർത്ഥത്തിലാണ് മീആദ്, മീമിയായ മസ്ദറാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ വഅദ എന്നർത്ഥം. മീആദ് വഅദിനെ അള്ളാഹു ലംഘിക്കുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വഅദാണ്, വാഗ്ദാനമാണ് അള്ളാഹുവിൽ തഖ്വയുള്ളവരായവർക്ക് ഇതുണ്ട് എന്നുള്ളത്. അവിടെ നോക്കി നിങ്ങൾ, ഗുറഫ് എന്നാണ് എന്താ? റൂമുകൾ എന്നാണ്. റൂമുകൾ, അറകൾ. ആ അറകൾ മിൻ ഫൗഖിഹ ഗുറഫ് എന്നാണ്. മനസ്സിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫ, സ്വർഗത്തിൽ ഈ ഗുറഫുകൾ ഉണ്ടെന്നാണ്. ഗുറഫ് എന്താണ്? ഗുർഫത്തിൻ്റെ ജമ്മാണ് ഗുറഫ്. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ അറ, റൂം. അതിൻ്റെ ബഹുവചനാണ് ഗുറഫാത്ത് എന്ന് പറയും. ഗുറഫാത്ത് വഹും ഫിൽ ഗുറുഫാത്തി ആമിനൂൻ എന്ന് പറഞ്ഞേ. ആമിനൂൻ നിർഭയരായിരിക്കും എന്ന് പറഞ്ഞേ. അവിടെ ഗുറുഫാത്ത് എന്ന് പറഞ്ഞു. പിന്നെ സ്വാസിദ്മ തങ്ങൾ പറഞ്ഞു, യുറാ ബാഹിറുഹ മിൻ ബാത്തിനിഹ വ ബാത്തിനുഹ മിൻ ബാഹിരിഹ. ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണും, പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളും കാണും. സ്ഫടിക സമാനം പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളു കാണുന്ന, ഉള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പുറം കാണുന്ന രീതിയിലുള്ളതായ പിന്നെ അറകൾ എന്നാണ്. അതിങ്ങനെ മേൽ തട്ടുകളായിട്ട്. ഇവിടെ നോക്കി, മബ്നിയത്തുൻ എന്ന് പറഞ്ഞ് നിർമ്മിക്കപ്പെട്ടതാണെന്ന്. മബ്നിയത്തുൻ നിർമ്മിക്കപ്പെടാതെ ഉറപ്പുണ്ടാവുമോ? നിർമ്മിക്കപ്പെടാതെ ഉറപ്പുണ്ടാവുമോ? ഇല്ല. പിന്നെ എന്തിനാണ് അവിടെ മബ്നിയത്തുൻ എന്ന് പറഞ്ഞത്? അവിടെ മബ്നിയത്തുൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ മുമ്പ് നരകവാസികൾക്ക് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? നരകവാസികൾക്ക് എന്താ പറഞ്ഞത്? ലഹും ദുലലും മിനന്നാർ എന്നാണ്. ലഹും ദുലലും മിനന്നാർ, തീയിനാലുള്ള ദുലലുകൾ എന്നാണ്. ദുലൽ എന്ന് പറഞ്ഞാൽ എന്താ? തീയിനാലുള്ള തണലുകൾ എന്നാണ്. തണലുകളാണ് നരകവാസികൾക്കുള്ളത്. തണലുകൾ നിർമ്മിക്കപ്പെട്ടതാണ്, നിർമ്മിക്കപ്പെട്ടതല്ല. തണലുകൾ നിർമ്മിക്കപ്പെട്ടതല്ല, അത് കരിമ്പുകയുടേതാണ്, തീയിൻ്റേതാണ്. അപ്പോൾ തീയിൻ്റെ പിന്നെ തണലുകൾ എന്ന പോലെ ഉള്ള അവസ്ഥയാണ് ആർക്ക്? നരകവാസികൾക്കുള്ളത്. അപ്പോൾ ഇവിടെ ഉറഫുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ ഭാവനാപരമായിട്ടുള്ള ഒരു പിന്നെ വസ്തു അല്ലാതെയുള്ള
എന്തെങ്കിലുമാണ് എന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മബ്നിയത്തുൻ നിർമ്മിക്കപ്പെട്ട ഉറഫുകളാണ്, അല്ലാതെ നരകവാസികൾക്കുള്ള ദുലലുകൾ പോലുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത് ബോധ്യപ്പെടാനാണ് ഇങ്ങനെ മബ്നിയത്തുൻ എന്ന് പറഞ്ഞത് എന്നാണ് ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നത്. പിന്നെ മാത്രമല്ല ഈ നിർമ്മിതിയുടെ പ്രത്യേകത, പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളു കാണാം, ഉള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പുറം കാണാം, സ്ഫടിക സമാനാണെന്ന് പറയുമ്പോൾ ഇതിന് നിർമ്മാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലബിനത്തും മിൻ ദഹബിൻ വ ലബിനത്തും മിൻ ഫിദ്ദ, ഒരു ഇഷ്ടിക സ്വർണത്തിൻ്റേതാണ് എങ്കിൽ മറ്റൊരു ഇഷ്ടിക വെള്ളിയുടേതായിരിക്കും. പിന്നെ മലാദുഹ അൽ മിസ്കുൽ അൽഫർ എന്നാണ്. ഈ രണ്ട് ഇഷ്ടിക ചേർത്ത് വെക്കുവാൻ ഉപയോഗിക്കുന്ന ദ്രവ്യം അത് മിസ്കുൽ അൽഫർ എന്നാണ്, ഏറ്റവും മുന്തിയ തരം കസ്തൂരിയാണ് എന്നാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ ഇഷ്ടിക, വെള്ളിയുടെ ഇഷ്ടിക, അത് ചേർത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന മിശ്രിതം അത് കസ്തൂരിയുടേതാണ് എന്നാണ്, മുന്തിയ തരം കസ്തൂരിയുടേതാണെന്ന്. അപ്പോൾ നല്ല പരിമളം, അതേപോലെ സ്ഫടിക സമാനം, സ്വർണവും വെള്ളിയും ഇതൊക്കെ ചേർത്തിട്ടാണ് എന്ത് ഉറഫ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എന്നറിയിക്കാനാണ് ഈ മബ്നിയത്തുൻ എന്നുള്ളതായ പ്രയോഗം. നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ എന്തിനാൽ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള ഒരു ചിന്ത, ആലോചന വരാൻ. അപ്പോൾ ആ ആലോചനയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വർണ്ണിച്ചത് നമുക്ക് കിട്ടും, ആളുകൾക്ക് ബോധ്യപ്പെടും. ഏതായാലും മുത്തഖീങ്ങളുടെ അവസ്ഥ എന്താണ്, അത് വളരെ ഗംഭീരമാണ് എന്നുള്ളതാണ്. ലഹും ഉറഫും മിൻ ഫൗഖിഹാ ഉറഫ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മനസ്സിലല്ലേ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ പിന്നെ മേൽത്തട്ടിലൊക്കെ പ്രവേശിക്കുന്ന ആളുകളുണ്ടല്ലോ, ഏറ്റവും സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വസിക്കുന്നവർക്കാണ് എന്ത് മുഖക്കാന്തി കൂടുതൽ, അവർക്കാണ് വട്ടം കൂടുതൽ, പ്രഭാപൂരിതമായ അവസ്ഥ, ഉദിച്ചു നിൽക്കുന്ന ഒരു പിന്നെ ജ്യോതി നക്ഷത്രം അത് എത്രമാത്രം തിളങ്ങുന്നു, ആ തിളക്കം അത് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക്, അത്യുന്നതങ്ങളിൽ ഇടം കാണുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കീഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് നോക്കുന്നവർ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെയായിരിക്കും എന്ത് ചെയ്യുക, അവരെ കാണുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ സ്വർഗം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതാണ് ലഹും ഉറഫും മിൻ ഫൗഖിഹാ ഉറഫും മബ്നിയ തജ്രി മിൻ തഹ്തിഹാ അൽ അൻഹാർ എന്നല്ല, അത് താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്നു എന്നാണ്. താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നദികൾ ഒഴുകണത് പോലല്ല. ഇവിടെ നദികൾ ഒഴുകണത് എങ്ങനെ, കനാൽ സൃഷ്ടിക്കപ്പെട്ട് അതിലൂടെയാണ്, കനാൽ സൃഷ്ടിക്കപ്പെട്ട് അതിലൂടെയാണ്. ഇപ്പം പിന്നെ ഈ പ്രളയത്തിൻ്റെ സമയത്തുണ്ടല്ലോ, ഗതിമാറി ഒഴുകിയ നദികളെ കണ്ടില്ലേ, ഗതിമാറി ഒഴുകിയ നദികൾ എങ്ങനെ ഒഴുകിയത്, ആ പ്രളയത്തിൽ വെള്ളത്തിൻ്റെ ഊക്കിൽ എന്ത് ചെയ്യാണ്, കനാൽ സൃഷ്ടിച്ചിട്ട് അതിലാണ് ഒഴുകിയത് അല്ലേ, അള്ളാഹു കാക്കട്ടെ എന്നുള്ളതില്ല. അതേസമയം സ്വർഗത്തിൽ അങ്ങനെയല്ല, സ്വർഗത്തിൽ നദി താഴ്ഭാഗത്തിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ കനാലില്ലാതെ ഒഴുകുന്നു എന്നാണ്. പക്ഷേ എന്തില്ല, പ്രളയമല്ല, വഴി മാറി ഒഴുകണ പ്രശ്നമല്ല, ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന പ്രശ്നമല്ല, കനാലിലൂടെ അല്ലാതെയാണ് നദി ഒഴുകണത്. സുബ്ഹാന മുംസികുഹാ മിനൽ ഫൈദാനി, പ്രളയമല്ലാതെ എന്ത് ചെയ്യണം, പിന്നെ വെള്ളത്തെ നയിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പോൾ അതാണ് താഴ്ഭാഗത്തിൽ നദികൾ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ കനാലിൽ ഒഴുകുന്നു എന്നല്ല, പിന്നെയോ സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് കനാലില്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം പ്രവഹിക്കുന്നത്, ഒഴുകുന്നത് എന്നുള്ളതാണ്. അല്ലാഹ് ഇത് അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തത് ലഭിക്കണമെങ്കിൽ ആരാകണം, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണം എന്നാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക്